വിന്നർ ഫാമിലി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് കാലങ്ങളായിട്ട് നമ്മളുടെ ഓൺലൈൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ കോവിഡിന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. അപ്പം നമുക്കറിയാം, പഠനത്തിലാണെങ്കിലും അല്ലെ, നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്ന സമയത്ത് നമ്മളുടെ പഠനം സ്റ്റോപ്പ് ചെയ്തു പോകും, അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്ത് നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വലിയ ഒരു മാറ്റം കൊണ്ടുവന്ന, ഇപ്പം വിദ്യാഭ്യാസത്തിലാണെങ്കിലും ബാക്കി എന്തൊരു മേഖലയിലാണെങ്കിലും നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഓൺലൈൻ, പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ രംഗത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വളരെ കൂടുതലായിട്ട് നമുക്ക് ചുറ്റുമുണ്ട്. അത് ഒരുപാട് കുട്ടികളെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പും കൂടെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് കുട്ടികൾ ഇപ്പം കേരളത്തിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ അല്ലേ മൊത്തത്തിൽ നമ്മൾ സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതും ഓൺലൈനായിട്ട് പഠിക്കാൻ തന്നെയാണ്. അതിപ്പോൾ ട്യൂഷൻ എന്നുണ്ടെങ്കിലും അല്ലെ, എന്തൊരു കാര്യമാണെങ്കിലും ഓൺലൈനായിട്ട് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിന് ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് അല്ലേ. ഒരുപാട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ നോക്കിയിട്ട് പഠിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ തീരെ പഠിക്കാത്ത ഒരു കുട്ടീനെ അല്ലെ അവരെ പാസ്സാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് അവരെ എത്തിക്കാനുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് കൊണ്ട് ഇത്രയും നല്ല ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാരുണ്ട്, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ മാർക്സ് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ്? ഇവർക്ക് കിട്ടുന്നത് രണ്ടും സെയിം ആയിട്ടുള്ള കണ്ടന്റുകളാണ് അല്ലേ. ഇപ്പം നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ലൈവ് ക്ലാസ്സുകളാണെങ്കിലും എന്താണെങ്കിലും ഈ രണ്ട് വിഭാഗക്കാർക്കും കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് സെയിം ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ വേണ്ടി പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റി, പക്ഷേ മറ്റു കുറച്ച് പേര് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗ്രാഫ് താഴോട്ടേക്ക് പോകാനുള്ള കാരണം എന്താണ്? അത് വേറൊന്നുമല്ല, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെ നല്ല രീതിയിൽ പഠിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ കറക്റ്റ് ആയിട്ടുള്ള വേയിൽ പഠിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു താഴോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിനെ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ സ്റ്റഡി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ് എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക മക്കളെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ്സിന് പറയാനുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമല്ല, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയണ ഒന്നുമില്ല, നിങ്ങൾ ഓൺലൈനായിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു പ്ലേസിലിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഓൺലൈൻ സ്റ്റഡീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഭയങ്കര സുഖമാണല്ലേ. അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ കംഫർട്ടായിട്ടുള്ള ഒരു പ്ലേസിലിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും, നമ്മളെ ആരും കാണുന്നില്ല. അപ്പോൾ വളരെ ഈസിയാണത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയറും ടേബിളിലും ഇരുന്നു കൊണ്ട് തന്നെയാണോ പഠിക്കുന്നത് അല്ലേ? പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിളിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ബുക്കുകളും പെന്നുകളും എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയറിലിരുന്ന് കൃത്യമായിട്ട് ഹെഡ്സെറ്റും അതുപോലെ തന്നെ എങ്ങനെയാണെങ്കിലും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കണം എന്ന രീതിയിൽ ഡിസ്ട്രാക്റ്റഡ് ആവാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ ബെഡിൽ ഇരിക്കില്ലേ? നമുക്കറിയാം, രാവിലെ എണീക്കുന്നു, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഒന്നും കാണുന്നില്ല, സോ ബെഡിലിരിക്കാം അല്ലെ. പല സ്ഥലങ്ങളിലും പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മുടെ പരിപാടികളുടെ ഇടയിലൂടെയാണോ നിങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് കേൾക്കുന്നത്, പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിലേത് വിഭാഗത്തിലാണ് ഞാൻ പെടുന്നതെന്ന് ചിന്തിക്കാം. അടുത്തത് ഡിസ്ട്രാക്റ്റഡ് ബൈ മെസ്സേജസ് അല്ലേ. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ പല ആൾക്കാരും ലാപ്ടോപ്സിലാണെങ്കിലും മൊബൈൽ ഫോൺസിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആൾക്കാർ മൊബൈൽ ഫോണുകളിലാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് കാണുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഈ ഒരു ആപ്പ് മാത്രമല്ല അല്ലേ നമ്മുടെ മൊബൈൽ ഫോണിലുള്ളൂ. ഒരുപാട് വേറെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സാപ്പ് ഉണ്ട് അല്ലെ, ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അങ്ങനെ ഒരുപാട് എന്തുണ്ട്, ആപ്പുകളുണ്ട്. അപ്പം അതിലെല്ലാം നമ്മൾ നെറ്റ് ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ
നോട്ടിഫിക്കേഷൻസ് വരാനുള്ള കാരണങ്ങളുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഫ്രണ്ട് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് മുകളിലൂടെ പോപ്പപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധനം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മെസ്സേജ് വായിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് പുതിയൊരു റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ കാണുകയാണെങ്കിൽ ആ ഒരു ഓൺലൈൻ സ്റ്റഡി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം തിരിച്ചു വരും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങളത് ആ മെസ്സേജസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതിൽ പെടുന്ന ആളാണോ? അല്ലെങ്കിൽ ഓക്കെ, നോട്ടിഫിക്കേഷൻസ് ഒന്നും എനിക്ക് ബാധകമല്ല, ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോ ഞാൻ അതിൽ മാത്രമാണ്, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇനി വേറെ എന്തും ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ പഠിക്കുന്ന മക്കളാണോ എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിക്കുക. അടുത്തത് മിസ്സിന് ചോദിക്കാനുള്ള ഒന്നുമില്ല. നമ്മൾ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും, നിങ്ങളിപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. ശരിയാണ്. പക്ഷേ എല്ലാ ക്ലാസ്സുകളും കഴിയുമ്പോൾ നമുക്കറിയാം ക്ലാസ് കഴിഞ്ഞാൽ അത് മറന്നു പോകും അല്ലേ? അപ്പോൾ അത് റിവിഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. അതിൽ ഞാൻ പെടുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തത്, നമ്മൾ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് എന്തിനാണ്? എക്സാംസ് എഴുതാനാണ് പോകുന്നത്. എക്സാംസിൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അല്ലേ? അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലേക്ക് അറ്റൻഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക. അറ്റൻഷൻ കൊടുക്കുന്നുണ്ടോ? അതോ ഞാൻ ടോപ്പിക്സ് മാത്രം പഠിച്ചു പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഞാൻ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി എക്സാമിന് വരുമ്പോൾ എഴുതാം, ആ ഒരു രീതിയിലാണോ ചിന്തിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുക. അടുത്തത് വേറെ ഒന്നുമല്ല, നമ്മൾ ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഓണം എക്സാംസ്, ക്രിസ്മസ് എക്സാംസ്, ഇങ്ങനെ ഒരുപാട് എക്സാമുകൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമുകൾ കഴിയുമ്പോഴും ഈവൻ ദോ നിങ്ങളുടെ ഒരു ചെറിയ ഒരു ടോപ്പിക് ടെസ്റ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ടെസ്റ്റ് ആണെങ്കിൽ പോലും, അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിക്കൊള്ളുന്നില്ല അല്ലേ? അപ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങളുടെ മാർക്കുകൾ പോയത് എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. എവിടെയൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്സ് പറ്റി എൻ്റെ മാർക്കുകൾ പോയത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങളത് അനലൈസ് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ആ ഓരോ ക്വസ്റ്റ്യൻസിലെയും മിസ്റ്റേക്സ് നിങ്ങൾ മാറ്റി ആ മിസ്റ്റേക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ അല്ലേ? ആ തെറ്റ് പറ്റിയത് ശരിയായ ഉത്തരത്തിലേക്ക് നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മിസ്സിൻ്റെ അടുത്ത ചോദ്യം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് പ്രശ്നം. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റഡി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു നമുക്ക് ടൈം ലാഭിക്കാനും അല്ലേ, ബാക്കിയുള്ള എല്ലാത്തിനെയും അപേക്ഷിച്ച് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു വേ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഓൺലൈൻ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇത്തരം ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ കുട്ടികളോട് മിസ്സിന് പറയാനുള്ള കാര്യം, കുറച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടിപ്സ് പറയുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരാം. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മാറ്റാനുള്ള ഒരു ചെറിയ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വാൾപേപ്പർ ടെക്നിക്കാണ്. വേറൊന്നുമല്ല, വാൾപേപ്പർ സ്ട്രാറ്റജി. അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആവുന്ന എന്താണോ നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വേറെ ഡിസ്ട്രാക്ഷനിലേക്ക് പറഞ്ഞു വിടാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് കോഡ്സ് ആൻഡ് വാൾപേപ്പേഴ്സ് ഉണ്ടാവും. ആ വാൾപേപ്പറാക്കി നിങ്ങൾ വെക്കുക നിങ്ങളുടെ ഫോണിൻ്റെ. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരണം, ഞാൻ ഈ ഫോൺ എടുക്കുന്ന അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു വാൾപേപ്പർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇത് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മിസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വാൾപേപ്പർ സ്ട്രാറ്റജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വേറെ ഒന്നാണ് നമ്മൾ റിവാർഡ് കൊടുക്കുക. അതായത് ഇപ്പോൾ ഞാനൊരു ഓൺലൈനിൽ ഇരിക്കുകയാണ്, ഞാനൊരു ലെക്ചർ കേൾക്കുകയാണ്. അപ്പോൾ ആ ലെക്ചർ കേട്ടതിന് ശേഷം എനിക്ക് കറക്റ്റായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് റിവാർഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബിലുള്ളൊരു ഷോ, ആ ഷോ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വ്ളോഗ്സ് കാണാനുണ്ടെങ്കിൽ ആ വ്ളോഗ് കാണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ സമയം
കണ്ടെത്തുന്നു. അപ്പോൾ എന്താണോ എൻ്റെ കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം, അപ്പോൾ ഇത്ര കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് റിവാർഡായിട്ട് ഇത് കൊടുക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾക്കറിയാം നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത്. അത് നിങ്ങൾക്ക് റിവാർഡ് ചെയ്യുക. ചെറിയ രീതിയിൽ അല്ലെങ്കിൽ പാരൻസുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ പുറത്തോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഷോസ് കാണണമെങ്കിൽ അതിന് വേണ്ടി സമയം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇഷ്ടമുള്ള ആ ഒരു റിവാർഡ് നിങ്ങൾ കുറച്ച് സമയത്തേക്ക് കൊടുക്കുക. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓൺലൈൻ സ്റ്റഡീസിൽ വരുന്ന സമയത്ത് മിസ്സിന് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് ലൈവ് ക്ലാസ്സസ് കിട്ടാറുണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ എക്സാമിനർ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ ബാച്ചുകളിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ലൈവ് സെഷൻസ് വെക്കാറുണ്ട്. അപ്പോൾ ഈ ലൈവ് സെഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും ലൈവ് സെഷൻസിൻ്റെ കാര്യമൊന്നുമില്ല, നമുക്ക് ലൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2x അല്ലെ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ കാണാൻ പറ്റുമല്ലോ. പക്ഷെ പലപ്പോഴും ഈ ഓൺലൈനായിട്ട് പഠിക്കുന്ന ഓരോ മക്കളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡഡ് ആയിട്ട് കാണുകയാണെങ്കിലും നമ്മൾ ഈ 1x 2x ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കണ്ടു തീർക്കാൻ, ഒരു 3 അവറിൻ്റെ ലെക്ചർ ആണെങ്കിൽ അത് കണ്ടു തീർക്കാൻ 5 മണിക്കൂറൊക്കെ പിടിക്കും നിങ്ങൾ ചെയ്ത് വരുമ്പോൾ. പക്ഷേ അതിന് പുറമെ നിങ്ങൾ ലൈവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ടീച്ചറിൻ്റെ കൂടെ നിങ്ങൾ പോകുമ്പോൾ ആ ഒരു സ്പീഡും ആ ഒരു അറ്റൻഷനും ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്രയും സമയം അത് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു 1 ഷോട്ടിൻ്റെ ലൈവാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട്സ് എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടോപ്പേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ലൈവ് സെഷൻസ് ഒരുപാട് അറ്റൻഡ് ചെയ്യുക. ആ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നോട്ട്സും കൂടെ എന്ത് ചെയ്യുക, എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം അതിൻ്റെ ലൈവ് നോട്ട്സ് കിട്ടും. അപ്പോൾ ആ നോട്ട്സ് കിട്ടുമ്പോൾ വളരെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി അത് ഒന്നും കൂടെ നിങ്ങൾക്ക് നല്ലതായിരിക്കും, റിവൈസ് ചെയ്യാനും നല്ലതായിരിക്കും. ഓക്കെ. പക്ഷേ എന്നാലും കുറച്ച് എക്സെപ്ഷണൽ കുട്ടികളുണ്ടാവും, അതായത് റെക്കോർഡഡ് ആയിട്ട് അത് പ്രോപ്പറായിട്ട് റെക്കോർഡഡ് ആയിട്ട് കണ്ട് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അത് പ്രശ്നമേ അല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങളുടെ കൂടെ തന്നെ എക്സാമിനർ കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും അല്ലേ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, എൻ്റെ അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൺലൈനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമുകൾ ഒരിക്കലും മോശമല്ല. അത് കറക്റ്റായിട്ട് വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ടിലേക്ക്, ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ പറ്റും. അതിന് ഒരുപാട് റിസൾട്ട് നിരത്താൻ വേണ്ടി എക്സാമിനറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ, കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക, മാറാം. ഓക്കെ. അപ്പോൾ അത്ര മാത്രമാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാൻ മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഈ വർഷം നമ്മൾ എക്സാമിനറിൻ്റെ കൂടെ തകർക്കും. താങ്ക് യു.